ഹലോ, വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബനാന ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് കസ്റ്റാർഡ് പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ ജെലാറ്റിനോ ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിലുള്ള മൈദയും അതുപോലെ മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം മൈദ എടുത്തിട്ടുണ്ട്, പഞ്ചസാര, ഉപ്പ്, ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാൻ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലിൽ നിന്ന് ഇളം ചൂട് കൊടുക്കാൻ ആ പാലിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതോടുകൂടെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് വെന്ത് പോവും, പിന്നെ അത് അവിടെ ഇവിടെ ആയിട്ട് കട്ടയായിട്ട് പോവും. അതുകൊണ്ട് തന്നെ ഒഴിക്കുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യാം. ഇനി നമുക്ക് ഈ പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മുട്ടയുടെയും അതുപോലെ മൈദയുടെയൊക്കെ മിക്സ് ഉണ്ടാവുകൊണ്ട് തന്നെ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. തണുക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പാലിൻ്റെ മിക്സ് ഒന്നുകൂടെ കുറുകി വരുന്നതായിരിക്കും. ഇനി നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. എല്ലാതും ഏകദേശം ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ പുഡിങ്ങിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ വേഫർ ടൈപ്പിലുള്ള ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം അധികമില്ലാത്ത ആരോ റൂട്ട് പോലുള്ള ബിസ്ക്കറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വേഫർ ടൈപ്പിലുള്ള ബിസ്ക്കറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് സെക്കൻഡ് ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെയും മുട്ടയുടെയൊക്കെ മിക്സ് അത് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെയും പഴം വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബിസ്ക്കറ്റ് മൊനാക്കോ പറയുന്ന ബിസ്ക്കറ്റാണ്, പാർലിയുടെ ബിസ്ക്കറ്റാണ് അത്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും പഴം വെച്ച് കൊടുക്കാം. അങ്ങനെ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പുഡിങ് ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. 4 മണിക്കൂറാണ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ പുഡിംഗ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. 4 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയും അതുപോലെ പഴം കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിലുള്ള ജീരകമാണ് അതിൻ്റെ മുകളിലായിട്ട് കറുത്തതായിട്ട് കാണുന്നത്. ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. മുട്ട ഉപയോഗിച്ച ഒരു പുഡിംഗ് ആണെന്ന് പറയുകയില്ല, കാരണം അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ പിക്ക് ആൻഡ് മിക്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും കൂടെ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.